ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലമുണ്ട്. ചെറുപ്രായത്തിലേ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ ഹരിയർ ഫോർട്ടിൽ പോകണം എന്നുള്ളത്. കാരണം ഞാൻ ആ ഒരു പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞത് ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കുന്ന് കയറുക, മല കയറുക, അത് കാരണം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ളൊരു സംഭവമാണ് എനിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് ആ ഒരു ആഗ്രഹം, ആ ചെറുപ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം ഈ ഒരു വലിയ പ്രായത്തിൽ, ഏറെക്കുറെ ഒരു വലിയ പ്രായത്തിൽ ഞാൻ സാധിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്നുള്ളത്. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊരു വൈകുന്നേരം 4-5 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കോഴിക്കോട് നിന്ന് ട്രെയിൻ എടുക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ വേണം. വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണാം. അടിപൊളിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും കൂടെ വേണം. ഓക്കെ. അങ്ങനെ കോഴിക്കോട് നിന്ന് നമ്മൾ വൈകുന്നേരം ട്രെയിനിൽ കയറി. 26 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു മംഗള ദ്വീപ് എക്സ്പ്രസ്സിൽ നമ്മൾ കയറിയിരുന്നത്. അങ്ങനെ പിറ്റേന്നൊരു 5-6 മണി സമയത്ത് നമ്മൾ നാസിക്കിലിറങ്ങി. നാസിക്കിൽ നിന്ന് പിന്നെ തിരുവനന്തപുരം സ്ഥലത്തേക്ക് ബസ് കയറി. ബസ് തിരുവനന്തപുരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് അങ്ങോട്ട് തിരുവനന്തപുരത്ത് ഓട്ടോ വിളിച്ച് പോയി. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പം രാത്രി 8 മണിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഇപ്പം ഫ്രീ ആണ്, ആളൊന്നുമില്ല. ഇപ്പോൾ സീസൺ സമയം അല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്യാണ്. രാവിലെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഹരിയർ ഫോർട്ട് കയറാൻ പോകുന്നത്. രാവിലെ തന്നെ ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഹരിയർ ഫോർട്ടിലേക്ക് പോകേണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴെ നമ്മളെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്, അവിടെ ഒന്ന് നമ്മൾ ഓട്ടോ നിർത്തും. പിന്നെ അവിടെ നിന്ന് ട്രക്കിംഗ് ആണ്. ആ കാണുന്ന അതാണ് ഹരിയർ ഫോർട്ട്. അത്രയും ട്രക്ക് ചെയ്ത് നമ്മൾ നടത്തണം. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പേ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ കാണുന്ന ഒരു കവാടം അതാണ്. അപ്പോൾ അങ്ങനെ ഇത് കയറിയിട്ട് വേണം ഇത്രയും ലോങ് ഹരിയർ ഫോർട്ട്, ഇത്രയും ട്രക്ക് ചെയ്തിട്ട് ഹരിയർ ഫോർട്ടിലേക്ക് എത്താം. ഒരുപാടുണ്ട്, കുറച്ച് കൂടുതൽ ട്രക്ക് ചെയ്യാണ്ട്. കുറേ കാടിലൂടെയൊക്കെ പോയിട്ട് ഫോറസ്റ്റിലൂടെയൊക്കെ പോയിട്ട് ട്രക്ക് ചെയ്ത് അങ്ങനെ എത്താം. അങ്ങനെ നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മഴക്കാലത്താണെങ്കിൽ ഒന്ന് ഭയങ്കര വൈക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്തൊരു ട്രക്കിംഗ് ആണ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ എത്തുമ്പോൾ ചെറിയ കടകളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം വേനൽക്കാലമായതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ അല്ല. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കട കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വീണ്ടും ട്രക്കിങ് ആരംഭിച്ച് പിന്നെ ചെറിയ കാട്ടിലൂടെയുള്ള ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയുള്ളൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ് പിന്നെ വരുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ട്രക്കിംഗ് ആരംഭിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ കാരണം മഴക്കാല സമയത്തൊക്കെ ഈ ഏരിയയിൽ ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ആരും ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഈ സമയത്ത് ഭയങ്കര പാറകളും പാറക്കല്ലുകളൊക്കെ ആയിട്ട് ഫുള്ള് അടിപൊളിയാണ് ഇതിലൂടെ ഉള്ളൊരു യാത്ര എന്ന് പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കമ്പി കൊണ്ട് സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള. കാരണം വരുന്നവർക്ക് ഭയങ്കര പിടിച്ചൊക്കെ കയറാനുള്ള സംവിധാനമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഹരിയർ ഫോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് കാണുന്നു, ആ മലയാണ് നമുക്ക് ഇനി കയറാനുള്ളത്. അപ്പോൾ സീസൺ അല്ല, എന്നാലും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളത് കീഴടക്കാൻ, ഹരിയർ ഫോർട്ട് കീഴടക്കാൻ. അപ്പോൾ നമ്മൾ ഏറെക്കുറെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയും കയറാണ്ട് അതാ ആ തലയെടുപ്പോടെ നിൽക്കണമാണ് നമുക്ക് ഇനി കയറാനുള്ള നമ്മളെ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ടെത്തണം നമ്മൾ. ട്രക്കിങ് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയല്ല, വാങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല, അതിന് താഴത്തെത്തിയിട്ടുള്ളൂ. ഞാൻ മല കയറാണ്ട് റിസ്കി പരിപാടി ഇട്ടത് നമ്മൾ കീഴടക്കുപോയി. അങ്ങനെ ഫൈനലി നമ്മൾ ഹരിയർ ഫോർട്ടിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. 80 ഡിഗ്രി സെൽഷ്യസ് ചെരിഞ്ഞിരിക്കുന്ന ആ മല, അത് നമ്മൾ 80 പടി കയറിയിട്ട് അത് നമ്മൾ കീഴടക്കും. അപ്പോൾ ഓക്കെ, പോയി നോക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ ഹരിയർ ഫോർട്ടിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. 80 സ്റ്റെപ്പ് കയറി 80 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ഒരു ഹരിയർ ഫോർട്ട് കയറി അവസാനം നമ്മൾ ഹരിയർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഭയങ്കര സന്തോഷം, കാരണം നമ്മൾ അത്രക്കും ആഗ്രഹിച്ച ഒരു സ്ഥലം ഇനി ഹരിയർ ഫോർട്ട്. മഴക്കാലത്താണ് ഏറ്റവും ഭയങ്കര രസം പറയാം. പക്ഷേ നമ്മൾ സമയപരിധി കാരണം നമ്മളങ്ങനെ വേനൽക്കാലത്ത് തന്നെ കയറി.
കാരണം നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ്. ഇത്രക്കും വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ എയർപോർട്ട്. ഒരു വട്ടെങ്കിലും ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റായിട്ട്, ഒരു വട്ടെങ്കിലും ഈ ട്രക്ക്. ഞാൻ ഭയങ്കര വൈബ് ഇവിടെ നമ്മളെത്തിക്കണ്ട. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ തലയൊക്കെ കുമ്പിട്ട് സേഫായിട്ട് പോകേണ്ടി വരും. മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഒന്നും എന്താ പറയുക, ഭയങ്കര പേടിയൊക്കെ ഈ ഏരിയ കൂടെ പോകാറുണ്ട്. ഇത്രയ്ക്കും അഡ്വഞ്ചറാ. ഇതെന്താ വെച്ചാൽ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ മതി. അതൊരു കണ്ടോ, താഴത്തൊക്കെ പോയാൽ പോയി. ട്രക്ക് ചെയ്തിട്ട് നമ്മളിവിടെ മുകളിൽ എത്തുക പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഫുള്ള് മല. കുറച്ച് എടുത്തി കഴിഞ്ഞാൽ പിന്നെയും മുകളിലേക്ക് വീണ്ടും കുറച്ചൊരു ട്രക്കിങ്ങാണ്. ഇതൊന്നും കൂടി ഇടിഞ്ഞ വയ്യാക്കാനോ ഭയങ്കര എടുക്കാം. ഓക്കെ, ഫുള്ളെടുക്കുക, ചെറിയ വഴി. ഇത് ഒരാൾക്ക് മാത്രമേ കയറി വരാം. ഇറങ്ങി വരുന്നവർക്കൊന്നും കഴിയില്ല. ഒരാൾ കയറുമ്പോൾ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങി നടക്കുള്ളൂ. ശരി, ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര അപകടം. പക്ഷെ അടിപൊളി പറഞ്ഞാൽ മഴക്കാലത്താണ് കേട്ടോ. ഇത് ഭയങ്കര അഡ്വഞ്ചറാണ്. അപ്പോൾ ഇത് വേറെ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഈ ഒരു കേരളീയ പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ വീണ്ടും അഡ്വഞ്ചർ. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഒരു കഴിവ്. അമ്മോ, രണ്ട് പാറൻ്റെ ഇടയിലൊക്കെയാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. അത് ഞാൻ ആലോചിക്കണം, എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ സംഭവം രക്ഷയില്ല. നമ്മൾ ടോപ്പിലൊക്കെ പോണേ, എയർപോർട്ടിൻ്റെ കവാടൊക്കെ തുറന്ന് ഞാൻ ടോപ്പ് കയറി എടുക്കുക. കുറച്ച് കടകളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ മഴക്കാലത്ത് തുറക്കണം, അപ്പോഴാണ് ഒരുപാട് സഞ്ചാരികളൊക്കെ എത്തുക. ടോപ്പ് വ്യൂ അത് നമ്മൾ കയറി വന്ന സ്ഥലമാണ്. അമ്പോ, ഇത്ര റിസ്ക് എടുത്തത്. കടകളൊന്നും ഇപ്പോൾ ഓപ്പണല്ല. മേലാണ് അടിപൊളി. ഒന്നുകൂടി മേലെ കയറി ഒന്നുകൂടി വൈബാ. എൻ്റെ വ്യൂ നോക്കിങ്ങളോ, രക്ഷയില്ല. നമ്മൾ എയർപോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ട് ഒരു ചെറിയ നമ്മൾ ചായക്കടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഓപ്പണല്ല. ഞാൻ ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ കാണിച്ചാ. നമ്മളാ താഴത്തൊരു വ്യൂ ആണിത്. ആ താഴെന്ന് കണ്ട മലൻ്റെ മുകളിലുള്ള വ്യൂ അത്. ഇത്രയും അടിപൊളി ക്ലൈമറ്റ്. അവിടെ തന്നെ നമുക്കൊരു തടാകം ഉണ്ട് ഏറ്റവും ടോപ്പിൽ. തടാകം കാണാൻ പറ്റും, അടിപൊളി. ഏറ്റവും ടോപ്പിലാണ് ഈ വെള്ളം നിൽക്കുന്നത്. കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഇവിടെ. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു പിരമിഡ് പോലെ സെറ്റപ്പൊക്കെ, ഒരു മല പിരമിഡ് പോലുള്ള സംഭവം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഭയങ്കര ടാസ്ക് തന്നെയാണ്. എന്നുവെച്ചാൽ കയറിയത് ആലോചിച്ചുമ്പോൾ കയറേണ്ടക്കാട്ടിലും ഇറങ്ങാറ തിരിച്ചിറങ്ങുമ്പോൾ. രാവിലെ പോയപ്പോൾ ഒന്നും കടകളൊന്നും ഇല്ല. ഇനി കടകളൊക്കെ തുറന്നാണ്, കുറേയൊക്കെ ഓപ്പൺ ആയിക്കണേ. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ലേ. ഇനി ഇപ്പം കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിക്കണേ. അങ്ങനെ നമ്മൾ ആര്യർ ഫോർട്ടിൻ്റെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആര്യർ ഫോർട്ട് ഇറങ്ങുകയാണ്. അപ്പം താഴേക്ക് പോവുകയാണ് നമ്മളെ റൂമിലേക്ക്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. കാരണം
നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. കുറേ കാലത്തൊരു ആഗ്രഹം ഇങ്ങോട്ട് പോരാന്നുള്ളത്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ അങ്ങനത്തെ വീഡിയോകളായിട്ട് നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ.